ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കണമെങ്കിൽ, കമ്പ്യൂട്ടറിനായിട്ട് നമുക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ അതിന് മനസ്സിലാവുന്നൊരു ഭാഷ വേണം. അതിന് പല ഭാഷകളുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഭാഷയാണ് പൈത്തൺ. പൈത്തണിന് പല ഗുണഗണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം പല കാര്യങ്ങളിലും നമ്മുടെ മൊബൈലിലാവട്ടെ, നമ്മുടെ ടി വിയിലാവട്ടെ, ബില്ലിങ്ങിലാവട്ടെ, ഡ്രൈവിങ്ങിലാവട്ടെ, എല്ലാവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മെഷീൻ ലേണിങ്ങിനും മുഖ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് പൈത്തണാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈത്തൺ പഠിക്കാനുള്ള തീരുമാനം വളരെ അഭിനന്ദനാർഹമാണ്. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് നേരത്തെ പൈത്തൺ അറിയുമെന്ന് അസ്യൂം ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു 8 മണിക്കൂറോളമാണ് കോഴ്സ്. ഞാൻ കുറച്ച് എക്സസൈസസ് തരും, അത് ചെയ്യണം. എല്ലാം കൂടെ ഒരു 10-15 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഇതൊരു 2 നമ്പർ കൂട്ടുക എന്നുള്ളതൊരു ജോലിയാണ്. 2 നമ്പർ കൂട്ടുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 നമ്പർ കൂട്ടണമെങ്കിൽ A = 21, B = 35, സം ഈക്വൽ ടു A + B, പ്രിൻറ്റ് സം. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. A = 21 എന്ന് പറയുമ്പോൾ എയുടെ വില 21ആണ്. B = 35 എന്ന് പറയുമ്പോൾ ബിയുടെ വില 35ആണ്. സം A + B എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാവും. എയും ബിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഉത്തരം സമ്മിൽ സൂക്ഷിക്കണം. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. 56 ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർഫേസ് മുഖേനയാണ് നമ്മളിത് പ്രോഗ്രാമൊക്കെ റൺ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയും. ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ടിങ് കിട്ടാമെന്നുള്ളതാണ്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം. ആദ്യത്തെ പടി എന്താണ്? ഒരു പാത്രം എടുക്കണം, ടേക്ക് എ വെസൽ. പിന്നെ എന്ത് ചെയ്യണം? അതിൽ വെള്ളം ഒഴിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ വെക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ചായപ്പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ബോയിലിംഗ്. നമ്മളിവിടെ ചായ ഉണ്ടാക്കാമെന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ? പാത്രം എടുക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ ഗ്യാസ് സ്റ്റൗവിന് മേലെ വയ്ക്കുക, ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യുക. ഇപ്പോൾ പാലില്ലാത്ത ചായയാണ്, ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷനാണ്. അവസാനത്തെ ഇൻസ്ട്രക്ഷന് എന്തുണ്ട്? നമ്മൾ വെയിറ്റ് ചെയ്യണം. എപ്പം വരെ? ഈ ചായ തിളക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രോഗ്രാമിന് ആവശ്യമുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ഒരു സീക്വൻഷ്യലായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. പിന്നെ വേറെ പല ഇൻസ്ട്രക്ഷൻസ് പഠിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി തന്നെ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കാം. ഞാൻ ഇതിവിടെ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ A = 21 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ A എന്താണ്? A ഒരു വേരിയബിളാണ്.
എ ഈസ് എ വേരിയബിൾ. ഇനി ബി എന്താണ്? ബി ഓൾസോ ഈസ് എ വേരിയബിൾ. ഇനി സം എന്താണ്? സം ഓൾസോ ഈസ് എ വേരിയബിൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു സംഭവം നോക്കാം. വേറൊരു കുഞ്ഞു പ്രോഗ്രാം എഴുതാം, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കാന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ലെങ്ത്ത് സമം 10, ബ്രെഡ്ത്ത് സമം 2, ഏരിയ ഈക്വൽ ടു ലെങ്ത്ത്. പ്രിൻ്റ് ഏരിയ ഇത് റൺ ചെയ്ത് നോക്കാം. ഏരിയ 20. അപ്പോൾ ഇവിടെ ലെങ്ത് ഒരു വേരിയബിളാണ്, ബ്രെഡ്ത്ത് ഒരു വേരിയബിളാണ്, ഏരിയ ഒരു വേരിയബിളാണ്. അപ്പോൾ ഇത് ഈ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്, നമ്മൾ ഈ ലെങ്ത് ഈക്വൽ ടു 10 എന്ന് പറയുമ്പം സംഭവിക്കുന്നത്, ഈ 10 എന്നുള്ള വില ഒരു പാത്രത്തിലെന്ന് വിചാരിക്കുക, ഒരു കണ്ടെയ്നറിൽ ലെങ്ത്തിൻ്റെ വില അവിടെ സ്വീകരിക്കപ്പെടും. ബ്രെത്ത് ഈക്വൽ ടു 2 എന്ന് പറയുമ്പം എന്താകും? അത് ബ്രെത്ത് എന്ന് പറയുന്നൊരു വേരിയബിളിൽ ഒരു പാത്രത്തിൻ്റെ അകത്ത് വയ്ക്കും. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് പറയുമ്പോൾ ആ ലെങ്ത്തിൻ്റെ വിലയും ബ്രെത്തിൻ്റെ വിലയും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഏരിയ കിട്ടും. ഈ രീതിയിലാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ നമുക്ക് വേരിയബിളിൻ്റെ കൺസെപ്റ്റ് ആയാലും, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ ഒരു 2.5 ഉള്ള ഏരിയ ഉള്ള റെക്റ്റാങ്കിൾ ഉണ്ടാകാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി പറ്റും. അങ്ങനെയുള്ള റെക്റ്റാങ്കിൾ ഉണ്ടാകാൻ പറ്റും. നമുക്കത് നോക്കാം. അപ്പോൾ അത് വന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ക്ലാസ്സിൽ തിയററ്റിക്കലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. എന്താണത്? ഡാറ്റ ടൈപ്പ്. ആ വേർഡ് കേട്ടിട്ട് ഞെട്ടണ്ട. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 10, 2, 7, 8, 5 അതൊക്കെ ഇൻഡിജേഴ്സാണ്. അതൊക്കെ എന്താണ്, നമ്മൾ പലപ്പോഴും ഉള്ളത് ഇൻഡിജേഴ്സായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 3, 6, 9, 4, 21 ഇതൊക്കെ എന്താണ്? 4 ഇതൊക്കെ ഇൻഡിജേഴ്സാണ്. അപ്പോൾ അത് ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ കുറച്ച് സ്ഥലം മതി. അതേസമയത്ത് 2.5 ദശാംശം വരുമ്പോഴുള്ള നമ്പർ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്. അത് സൂക്ഷിക്കാൻ വേണ്ടി എന്ത് വേണം? കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ ഈ രണ്ട് ഡാറ്റ ടൈപ്പിനെ പറ്റിയിട്ട് നമ്മളിന്ന് മനസ്സിലാക്കും. 2.5, 0.5, 0.4, 2, 34.15 ഇതൊക്കെ എന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകളാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. ഒന്ന് ഇൻഡിജേഴ്സുണ്ട്, വേറൊന്ന് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറും ഉണ്ട്. പൈത്തണിനെ സംബന്ധിച്ചിടത്തോളം കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കും എന്താണ് ടൈപ്പ്. നമുക്ക് നോക്കാമല്ലോ. ഇപ്പം ലെങ്ത്തിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് ടൈപ്പ് ലെങ്ത്. അതൊരു ഇൻഡിജറാണ്. അതേസമയത്ത് പ്രിൻറ്റ് ടൈപ്പ് ബ്രെഡ്ത്ത് അതെന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്. ഏരിയയുടെ ടൈപ്പ് എന്താണെന്ന് പറയാൻ പറ്റുമോ? പ്രിൻറ്റ് ടൈപ്പ് ഏരിയ. അതും ഫ്ലോട്ടാണ്. അപ്പോൾ ഒരു ഇൻഡിജർ ഉത്തരം 25 ആണെങ്കിൽ കൂടി ഇവിടെ ഉത്തരം എഴുതിയാണ്ട് 25.0 എന്നാണ്. ഒരു ഇൻഡിജറും ഫ്ലോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഫ്ലോട്ടായിരിക്കും. ഇത് വലിയ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്രമേണ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ
വേറെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നെയിം പല സംഗതിയും ചെയ്യും. ഇപ്പോൾ ഒരാളുടെ പേര് ഫസ്റ്റ് നെയിം, മോഹൻ, സെക്കൻഡ് നെയിം, full name is equal to first name plus second name. അപ്പോൾ ഇവിടെ ആ പൈത്തണിൻ്റെ ഒരു പ്രത്യേകത, പൈത്തണിൻ്റെ പ്രത്യേകത നമ്മൾ ഇൻഡിജറൊക്കെ കൂട്ടുന്നത് പോലെ നമുക്ക് സ്ട്രിങ്ങുകളും കൂട്ടാൻ പറ്റും. പേരുകൾ, സ്ട്രിങ്ങിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് കൂടുതൽ പിന്നീട് പറയും. ഇപ്പോൾ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള പേര് കിട്ടും. നമുക്കങ്ങനെ പേരുകൾ തമ്മിൽ കൂട്ടാം, സ്ട്രിങ്ങുകൾ തമ്മിൽ. മോഹൻലാൽ നമ്മുടെ. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്താണ്? പ്രിൻ്റ് ടൈപ്പ് ഫസ്റ്റ് നെയിം, സ്ട്രിങ് ആണ്, STR ആണ്. അപ്പോൾ ഇന്നത്തെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഒരു പ്രോഗ്രാം എന്ന് പഠിച്ചു. എന്താണ് ഒരു പ്രോഗ്രാം എന്ന് പഠിച്ചു. നമ്മളൊരു സിമ്പിൾ പ്രോഗ്രാം കണ്ടു. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് അവിടെ ലെങ്ത്ത്, ബ്രെത്ത് അതൊക്കെ വേരിയബിളാണ്. ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് പഠിച്ചു. 2 ഡാറ്റ ടൈപ്പ് ആദ്യം പഠിച്ചു. ഇൻറ്റ്, പിന്നെന്താണ് ഫ്ലോട്ട്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ നമ്പറാണ്. 2, 10, 3, 25 ഇതൊക്കെ ഇൻറ്റിജറാണ്. പിന്നെ എന്ത് പഠിച്ചു? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ പഠിച്ചു, ദശാംശമുള്ള നമ്പറുകൾ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് STR എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പും പഠിച്ചു. പിന്നെ വേറെ കാര്യം പഠിച്ചു, നമ്മൾ ഒരു ഇൻറ്റിജറും ഫ്ലോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം ഫ്ലോട്ടായിരിക്കും. ഇൻറ്റിജറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ഉത്തരം കിട്ടുന്നത്? ഉത്തരം കിട്ടുന്നത് ഇൻറ്റിജറായിരിക്കും. ഇത്രയേ ഉള്ളൂ. പൈത്തൺ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കണം. കൂടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടും സന്തോഷമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.